Hello everyone. ഇന്ന് നമ്മൾ +1 ബിസിനസ് സ്റ്റഡീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. ടൈപ്സ് ഓഫ് കമ്പനീസ്. ടൈപ്സ് ഓഫ് കമ്പനീസ് 3 തരമാണ് ഉള്ളത്. വൺ ഈസ് പ്രൈവറ്റ് കമ്പനി, ദെൻ പബ്ലിക് കമ്പനി ആൻഡ് വൺ പേഴ്സൺ കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി. ഇവര് കമ്പനീന്റെ ഷെയർസ് ഒന്നും എന്ത് ചെയ്യില്ല, പൊതുജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യില്ല. ഓക്കെ, അവരുടെ എണ്ണത്തിലൊക്കെ, ആളുകളുടെ മെമ്പേഴ്സിന്റെ എണ്ണത്തിലൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. അത്തരം കമ്പനി, അതായത് ഒരു പാർട്ട്ണർഷിപ്പിന്റെ പോലെയുള്ള കമ്പനിയാണ്. ഇപ്പൊ പാർട്ട്ണർഷിപ്പിൽ ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ പരസ്പരം അറിയുന്ന ആളുകളായിരിക്കും അല്ലെ പാർട്ട്നേഴ്സ് ആയിട്ട് ഉണ്ടാവുക. പ്രൈവറ്റ് കമ്പനി അതുപോലെയാണ്. പൊതുജനങ്ങൾക്കൊന്നും ഷെയർ ഓഫർ ചെയ്യാത്ത ഒരു കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഷെയർ ഓഫർ ചെയ്യുന്ന കമ്പനിയാണ് പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനിയും വൺ പേഴ്സൺ കമ്പനിയും അല്ലാത്ത എല്ലാ കമ്പനികളും പൊതുജനങ്ങൾക്ക് അഥവാ പബ്ലിക്കിന് ഷെയർ ഓഫർ ചെയ്യുന്ന കമ്പനീസ് ഒക്കെ പബ്ലിക് കമ്പനിയാണ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. പ്രൈവറ്റ് കമ്പനി. Private company restrict the right to transfer the shares. ഒരു പ്രൈവറ്റ് കമ്പനീന്റെ ഷെയർസ് നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു കമ്പനീന്റെ ഷെയർസ് ഈസിലി ട്രാൻസ്ഫറബിൾ ആണ് എന്നുള്ളത് ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു പബ്ലിക് കമ്പനീന്റെ ഷെയർ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് പൈസക്ക് ആവശ്യം വന്നാൽ ആരുടെയും സമ്മതമോ ഒന്നും ആവശ്യപ്പെടാണ്ട് തന്നെ എനിക്കിത് വേറൊരാൾക്ക് വിൽക്കാൻ സാധിക്കും, ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പൈസക്ക് ആവശ്യം വന്നാൽ നമ്മൾ മറ്റുള്ളവരുടെ പെർമിഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഈ ഒരു സൗകര്യം പ്രൈവറ്റ് കമ്പനീന്റെ കാര്യത്തിലില്ല. നമ്മളുടെ അടുത്ത് പ്രൈവറ്റ് കമ്പനീന്റെ ഷെയർ ആണുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മറ്റൊരാളിലേക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അതിന് പാർട്ട്ണർഷിപ്പിലൊക്കെ ഉള്ള പോലെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതാണ് പ്രൈവറ്റ് കമ്പനീന്റെ ഒരു പ്രത്യേകത. ഇറ്റ് റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ദ ഷെയർസ്. ദെൻ അടുത്തത് മെമ്പേഴ്സിന്റെ എണ്ണത്തിൽ ലിമിറ്റേഷൻ ഉണ്ട്. ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു 200. 2013 കമ്പനീസ് ആക്ടിലെ അമെൻമെന്റ് വന്ന ശേഷം 200 പേരെ മാക്സിമം എവിടെ വരാൻ പാടുള്ളൂ, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഉള്ള കമ്പനിയാണ്. ആ കമ്പനിയിലെ മാക്സിമം മെമ്പേഴ്സിന്റെ എണ്ണം 200 ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇറ്റ് പ്രൊഹിബിറ്റ് ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് പബ്ലിക് ഡെപ്പോസിറ്റ്. ഈ പ്രൈവറ്റ് കമ്പനിക്ക് അതിന്റെ ഷെയറുകളോ ഡിബഞ്ചറുകളോ എന്ത് ചെയ്യാൻ പാടില്ല, പബ്ലിക്കിന് ഓഫർ ചെയ്യാൻ പാടില്ല. അതുപോലെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പബ്ലിക് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കാനും പാടില്ല. ഓക്കെ, എന്താ പറഞ്ഞത്? ഒരു കമ്പനി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവർക്ക് ഷെയർ, ഡിബഞ്ചർ മുതലായവ പബ്ലിക്കിന് ഓഫർ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അവർക്ക് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പബ്ലിക് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കാനും സാധിക്കില്ല. ദെൻ അവരുടെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആയിരിക്കും. ഇങ്ങനെ 4 ഫീച്ചേഴ്സ് ഉള്ള, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഉള്ള കമ്പനിനെയാണ് നമ്മൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റഡ് ആണ് എങ്കിൽ, ആ കമ്പനിയുടെ മെമ്പേഴ്സിന്റെ മാക്സിമം എണ്ണം 200-ൽ ലിമിറ്റഡ് ആണ് എങ്കിൽ, ഒരു കമ്പനിക്ക് പബ്ലിക്കിന് ഷെയറോ ഡിബഞ്ചറോ ഓഫർ ചെയ്യാൻ പാടില്ല, അതുപോലെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണെങ്കിലും, അവരുടെ മിനിമം ക്യാപിറ്റൽ ലിമിറ്റ്, മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ലിമിറ്റ് 1 lakh ആയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം കമ്പനീസിനെയാണ് നമ്മൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ പ്രൈവറ്റ് കമ്പനിയും ഉണ്ട്, പബ്ലിക് കമ്പനിയും ഉണ്ടെന്ന്. പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് ഷെയറും ഡിബഞ്ചർ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. അതായത്
ഇവര് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പബ്ലിക് കമ്പനി ഫണ്ട് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ലഭിച്ച ക്യാപിറ്റലിലൂടെയാണ് അല്ലെങ്കിൽ ഫണ്ടിലൂടെയാണ് പബ്ലിക് കമ്പനി ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക് കമ്പനീന്റെ മേലെ ഗവൺമെന്റിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. കാരണം പൊതുജനങ്ങളുടെ ഫണ്ടാണ് മെയിൻ ആയിട്ട് എവിടെ ഉണ്ടാവാം, ഒരു പബ്ലിക് കമ്പനിയിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ പബ്ലിക് കമ്പനീനെ അപേക്ഷിച്ചിട്ട് കുറച്ച് പ്രിവിലേജസ്, കുറച്ച് എന്താ പറയാ മുൻഗണനകള് അല്ലെങ്കിൽ കുറച്ച് നല്ല സൗകര്യങ്ങൾ ആർക്കുണ്ട്, പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ട്. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിവിലേജസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി വെൻ വി കമ്പയർ ടു പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനീനെ അപേക്ഷിച്ചിട്ട് എന്തൊക്കെ മുൻഗണനകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആശ്വാസങ്ങളാണ് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ലഭിക്കുന്നത് എന്നാണ് നോക്കാം. ഒന്ന് ഈസി ഫോർമേഷൻ ആണ്. ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ ഒരു പ്രൈവറ്റ് കമ്പനി നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. അതായത് അവിടെ 2 വ്യക്തികൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാം. മിനിമം 2 വ്യക്തികൾ ഉണ്ടെങ്കിൽ ഫോം ചെയ്യാം ഒരു പ്രൈവറ്റ് കമ്പനി. എന്നാൽ അത് പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 വ്യക്തികളെങ്കിലും അവിടെ ആവശ്യമാണ്. രണ്ടാമത്തത് സ്റ്റാർട്ടിംഗ് ഓഫ് ബിസിനസ്. ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ദ ബിസിനസ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ്. ഒരു പ്രൈവറ്റ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അതിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പ്രിവിലേജ് 2013 അമെൻമെന്റ് വരെയുള്ള പ്രിവിലേജ് ആണ്. 2013 1956 കമ്പനീസ് ആക്ട് നിലവിൽ വന്നത്. അന്നുണ്ടായിരുന്ന പ്രിവിലേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാർട്ടിംഗ് ഓഫ് എ ബിസിനസ് എന്നുള്ളത്. 2013 ആയപ്പോ 1956 ഉണ്ടാക്കിയിട്ടുള്ള കമ്പനീസ് ആക്ടിൽ ഒരുപാട് അമെൻമെന്റുകൾ, ഭേദഗതികൾ വന്നു. ആ ഭേദഗതി വന്ന സമയത്ത് ഈ ഒരു പ്രിവിലേജ് എടുത്തു മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രിവിലേജ് പഠിക്കേണ്ടതില്ല. ഓക്കെ. സോ നെക്സ്റ്റ് പ്രിവിലേജസ് റേസിംഗ് ക്യാപിറ്റൽ ആണ്. ഇറ്റ് ക്യാൻ റേസ് ക്യാപിറ്റൽ പ്രൈവറ്റ്ലി, നോ നീഡ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ്, നോ നീഡ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ എക്സെട്ര. റേസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫണ്ട് കണ്ടെത്തുക, ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്തുന്നതിൽ പ്രൈവറ്റ് കമ്പനിക്ക് നല്ല പ്രിവിലേജുകൾ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് സ്വകാര്യ വ്യക്തികളിൽ നിന്ന്, നമുക്ക് അറിയുന്ന ആളുകളിൽ നിന്ന്, മറ്റ് കച്ചവടക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ കളക്ട് ചെയ്യാം. ഒന്നത്. രണ്ടാമത്, അവര് പ്രോസ്പെക്ടസ് എന്ന ഡോക്യുമെന്റ് ഉണ്ടാക്കുകയോ ഇഷ്യൂ ചെയ്യുകയോ വേണ്ട. പബ്ലിക് കമ്പനി എന്ത് ചെയ്യണം, ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, പൊതുജനങ്ങൾക്ക് ഷെയർ നൽകുകയാണെങ്കിൽ അവര് പ്രോസ്പെക്ടസ് എന്ന ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് പബ്ലിഷ് ചെയ്യണം. അങ്ങനെ ഒരു ആവശ്യം എവിടെ ഇല്ല, പ്രൈവറ്റ് കമ്പനിക്ക് ഇല്ല. അതുപോലെ ഒരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇഷ്യൂ ചെയ്തതിന്റെ 90% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ കേൾക്കുന്നതാണല്ലോ അല്ലെ, നിങ്ങൾ ഫോൺ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ ബിസി ആണ് എന്നൊക്കെ അല്ലേ. ഇപ്പൊ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാല് കമ്പനിന്റെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞാൽ ഷെയർ വാങ്ങുന്ന ആള്. ഓക്കെ. ഇപ്പൊ കമ്പനി ഒരു 100 ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതില് 90 ഷെയർ എങ്കിലും, അതായത് 90% ഷെയർ എങ്കിലും ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക് കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ പ്രൈവറ്റ് കമ്പനിയിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ്. ഓക്കെ. അപ്പൊ പ്രൈവറ്റ് കമ്പനിക്ക് ക്യാപിറ്റൽ റേസിംഗിൽ ഒരുപാട് പ്രിവിലേജ് ഉണ്ട്. അവർക്ക് എന്താണ്, പ്രൈവറ്റ്ലി ക്യാപിറ്റൽ റേസ് ചെയ്യുക, അതായത് നമുക്ക് അറിയുന്ന ആളുകളുടെ അടുത്ത് പോയിങ്ങാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യാം. അവർക്ക് ഷെയർ കൊടുക്കുക, എന്നിട്ട് ഫണ്ട് റേസ് ചെയ്യാം. അതുപോലെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടതില്ല. മിനിമം സബ്സ്ക്രിപ്ഷന്റെ പ്രശ്നങ്ങളും കൂടുതലായിട്ട് എവിടെയില്ല, പ്രൈവറ്റ് കമ്പനിയിൽ ഇല്ല. അപ്പൊ നമ്മള് 3 പ്രിവിലേജസ് പറഞ്ഞു. പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക് കമ്പനിനെ അപേക്ഷിച്ചിട്ടുള്ള പ്രിവിലേജസ് ആണ്. ഒന്ന്, ഈസി ഫോർമേഷൻ ആണ്. വെറും 2 വ്യക്തികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാൻ സാധിക്കും. ദെൻ രണ്ടാമത് പറഞ്ഞത് റേസിംഗ് ക്യാപിറ്റൽ ആണ്. എന്ന് വെച്ചാൽ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത്
നമുക്ക് ഒരുപാട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് അവര് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അറിയുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പോയിട്ട് ക്യാപിറ്റൽ പ്രൈവറ്റ് ആയിട്ട് റേസ് ചെയ്യാം. ദെൻ പ്രോസ്പെക്ടസ് ഒന്നും ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ മിനിമം സബ്സ്ക്രിപ്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി ഒന്നും എവിടെ ഇല്ല, പ്രൈവറ്റ് കമ്പനീസിൽ ഇല്ല. അടുത്ത പോയിന്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി പറയുമ്പോൾ ശ്രദ്ധിക്കണേ. ഒരു പൊതുമേഖല കമ്പനി ആണെങ്കിൽ, പബ്ലിക് കമ്പനി ആണെങ്കിൽ അവർക്ക് എല്ലാ വർഷവും സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, നിയമപരമായി കൂടേണ്ട മീറ്റിംഗ് ഉണ്ട്. ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നിർബന്ധമാണ്. എന്നാൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൂടണമെന്ന നിർബന്ധം ഇല്ല. ഓക്കെ, അപ്പൊ അത് ഇവരെ അനുഭവിക്കുന്ന ഒരു സുഖമല്ല അല്ലെ. പബ്ലിക് കമ്പനിനെ അപേക്ഷിച്ചിട്ട് അങ്ങനെ മീറ്റിംഗ് ഒന്നും കൂടേണ്ട ആവശ്യം ആർക്കില്ല, പ്രൈവറ്റ് കമ്പനിക്ക് ഇല്ല. അടുത്തതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കാര്യത്തിലുള്ള പ്രിവിലേജ്. മിനിമം 2 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയി. ഓക്കെ, ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ് ബൈ 2 ഡയറക്ടേഴ്സ്. മിനിമം 2 ഡയറക്ടേഴ്സ് മതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ. ആൻഡ് ദേ ആർ നോട്ട് ബൗണ്ട് ടു റിട്ടയർ ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 65. 65 വയസ്സായാലും അവർ എന്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവനവന് പ്രാപ്തി ഉള്ളിടത്തോളം കാലം അവർക്ക് എന്ത് ചെയ്യാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് തുടരാവുന്നതാണ്. ഇനി റെമ്യൂണറേഷൻ ടു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നൽകുന്ന റെമ്യൂണറേഷൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷന് യാതൊരു ലിമിറ്റും എവിടെയില്ല, പ്രൈവറ്റ് കമ്പനി ഇല്ല. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തു കണ്ടോ, കുമാരമംഗലം ബിർള, ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ആളാണ്, സിഇഒ ആണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആനുവൽ സാലറി എന്ന് പറയുന്നത് 50 കോടിയാണ്. സോ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനി തീരുമാനിക്കുന്ന സാലറി കൊടുക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഇതൊക്കെ പറയുന്നത് എന്താണ്, പബ്ലിക് കമ്പനിനല്ല മറ്റുള്ള കമ്പനീസിനെ അപേക്ഷിച്ച് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കിട്ടുന്ന കുറെ പ്രിവിലേജുകളാണ്. ദെൻ പ്രിവിലേജസിൽ അടുത്തതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഫർദർ ഇഷ്യൂ ഓഫ് ഷെയർസ് നീഡ് നോട്ട് ബി ഓഫേർഡ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഇനിയിപ്പോ ഒരു പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് ഫോം ചെയ്തിട്ട് കുറെ കാലമായി, ഇനിയിപ്പോ ഫണ്ടിന് ആവശ്യം വന്നു, അപ്പൊ അവർ പുതുതായിട്ട് വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കണ്ടെത്താൻ പോവാണ്. അപ്പൊ ഈ സമയത്ത് അവർക്ക് ഒരു നിർബന്ധമില്ല എന്ത് ചെയ്യാന്, ആദ്യം പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യമേ ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇത് പറയാൻ കാരണം, ഒരു പബ്ലിക് കമ്പനിയാണ് നമ്മുടേതെങ്കിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആദ്യം അത് ആർക്ക് ഓഫർ ചെയ്യണം, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യണം, അതിന്റെ ഒരു ഭാഗമെങ്കിലും. ഓക്കെ, അപ്പൊ 100 ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് ഷെയർസ് എങ്കിലും ആർക്ക് കൊടുക്കണം, ഓൾറെഡി ഉള്ള ഷെയർസ്, അവരാണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് ഓഫർ ചെയ്യണം. അപ്പൊ അവർക്ക് ഓഫർ ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ വാങ്ങാം, വേണ്ടെങ്കിൽ വാങ്ങാതിരിക്കാം. അപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആർക്ക് കൊടുക്കണം, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം എന്നത് പബ്ലിക് കമ്പനിയിലുള്ള ഒരു റൂളാണ്. എന്നാൽ അങ്ങനെ ഒരു റൂൾ ഒന്നും എവിടെ ഇല്ല, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഇല്ല. അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഷെയർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഷെയർസ് ഓഫർ ചെയ്യാം. അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആണ് കോറം, മീറ്റിംഗിന്റെ കോറം. കോറം ഫോർ മീറ്റിംഗ് എന്ന് പറഞ്ഞാല് കമ്പനിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടെങ്കിലും അത് കമ്പനിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചേർന്നിട്ടാണ് എടുക്കുക. നമുക്കറിയാലോ കമ്പനി മാനേജ് ചെയ്യുന്നത് ആരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അല്ലെ. സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എല്ലാ മീറ്റിംഗ് ഒക്കെ നടത്തി ചർച്ച ചെയ്തിട്ട് മേജർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ. അപ്പൊ പലപ്പോഴും പബ്ലിക് കമ്പനി ഒക്കെ ആവുമ്പോൾ മീറ്റിംഗ് കോൾ ഫോർ ചെയ്യും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ. അപ്പൊ അതില് മിനിമം ഇത്ര പേര് പങ്കെടുക്കണം എന്നൊക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കോറം ഫോർ മീറ്റിംഗ് എന്ന് പറയുന്നത്. മിനിമം ഇത്ര ശതമാനം ആള്, 10% ആള്, അല്ലെങ്കിൽ മിനിമം 7 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കോറം ഫോർ മീറ്റിംഗ് കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്രയും ആളുകൾ മീറ്റിങ്ങിന് വന്നിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഇപ്പൊ പ്രൈവറ്റ് കമ്പനിനെ സംബന്ധിച്ചിടത്തോളം കോറം ഫോർ മീറ്റിംഗ്, അതായത് മീറ്റിംഗ് നടക്കുമ്പോൾ പങ്കെടുക്കേണ്ട മിനിമം ആളുകളുടെ എണ്ണം 2 ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് 2 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ
കമ്പനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് വൈകൂല. ഓക്കെ, സോ quorum for meeting is only 2 members. 2 members ഉണ്ടെങ്കിൽ മീറ്റിംഗിന്റെ കോറമായി, അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രൈവറ്റ് കമ്പനിയും അവര് അനുഭവിക്കുന്ന പ്രിവിലേജുകൾ. ഈ പ്രൈവറ്റ് കമ്പനിന്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിലും ഇത് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാല് ഒരു കമ്പനിന്റെ ഷെയർ ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റഡ് ആണ്. അതിൽ മാക്സിമം മെമ്പേഴ്സിന്റെ എണ്ണം 200 ആയിരിക്കും. ദെൻ പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക്കിന് ഷെയറോ ഡിബഞ്ചറോ ഓഫർ ചെയ്യാനോ പബ്ലിക് പൊതുജനങ്ങളുടെ അടുത്തുനിന്ന് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കാനോ പാടില്ല. അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞ വെറും 1 ലക്ഷം മാത്രമാണ്. 1 ലക്ഷം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ അവർ അനുഭവിക്കുന്ന പ്രിവിലേജ് ഒന്ന്, അവരുടെ ഫോർമേഷൻ ഈസിയാണ്. 2 പേരുണ്ടെങ്കിൽ ബിസിനസ് ഫോം ചെയ്യാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറയണ്ട, 3 റേസിംഗ് ക്യാപിറ്റൽ ആണ്. അതൊരു കമ്പനിക്ക്, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പ്രൈവറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയുന്ന ആളുകൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാം. പ്രോസ്പെക്ടേഴ്സ് ഒന്നും ഉണ്ടാക്കുകയോ ഇഷ്യൂ ചെയ്യുകയോ വേണ്ട. അതുപോലെ മിനിമം സബ്സ്ക്രിപ്ഷന്റെ ഇഷ്യൂസ് ഒക്കെ എവിടെ കുറവാണ്, പ്രൈവറ്റ് കമ്പനിയിൽ കുറവാണ്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നടത്തേണ്ടത് അവർക്ക് നിർബന്ധമല്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മിനിമം 2 ആളുണ്ടെങ്കിൽ ബിസിനസ് നമുക്ക് നടത്തി കൊണ്ടുപോകാൻ പറ്റും. ദെൻ 65 വയസ്സായാലൊന്നും അവർ റിട്ടയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, അതിനും ഒരു ലിമിറ്റും ഇല്ല. കമ്പനിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും തീരുമാനിക്കാം. പിന്നെ ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. പുതുതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പം അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ഓഫർ ചെയ്യണമെന്ന ഒരു നിർബന്ധവും ഇല്ല. ഫോറം ഫോർ മീറ്റിംഗ് വെറും 2 ആണ്. അതായത് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ 2 മെമ്പേഴ്സ് വന്ന് മീറ്റിംഗ് കൂടിയാലും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്താവില്ല, ഡിലേ ആവില്ല. ഇത്രയാണ് നമ്മുടെ പ്രൈവറ്റ് കമ്പനീന്റെ പ്രിവിലേജസ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട. ഓക്കെ, താങ്ക് യു.